അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള സമയത്ത് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ പ്രേക്ഷകരിക്കുന്നത് എന്താ ജോലി വല്ലതുമാണോ? പക്ഷേ ജോലിയേക്കാൾ ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം ഇപ്പോൾ സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ? അങ്ങനെയില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് അത് സൂട്ടബിൾ ആവുക. അപ്പം എന്നെ കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ എന്നെ കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക. ബട്ട് എങ്കിലും ചിലർ വരും, ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, മക്കളൊക്കെ വിദേശത്താണ്, അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങൾ മറന്നു പോകുന്നു. അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല, ബട്ട് ഓൺ ആൻഡ് ഓഫ് ചെറിയൊരു ഡിപ്രഷനോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. ഡിപ്പെൻഡൻസ് കൊണ്ടാക്കുക അല്ലാതെ സ്വയമായിട്ട് വന്നിട്ട് പറയാറുണ്ട് അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്കൊരു വയോജൻ എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിലേക്കാണ് കൂടുതലും അവരവർ വരുന്നത്. അല്ലാതെ അഡ്മിഷൻസിന് വരുന്ന കൂടുതലും മക്കളായിരിക്കും. അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റയ്ക്കായി ഓർമ്മ പോയി, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത്. അവരവർ തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ. അതായത് അവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു. എൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ് ഫോർ ourselves. ഇറ്റ് ഇസ് others who would decide for us. അത് ഇൻവേരിയബിൾ ഒരു വൈകാരിക തീരുമാനമാണ്. പ്രായോഗികത കുറവായിരിക്കും, പ്രാക്ടിക്കൽ ആയിരിക്കുകയില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ്. അല്ലാതെ നല്ല ഒരായുസോ നല്ല സമയമൊന്നും അല്ല നീട്ടി കൊടുക്കുന്നത്. അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല. 6 മാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും ഭേദം 6 മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു, അത്രയും കുറച്ച് സാമ്പത്തിക ബാധ്യതയെ വരുവുള്ളായിരുന്നു. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ കോഷ്യന്റ് നമ്മൾ ഡിസിഷൻസിൽ ഇല്ലാണ്ട് പോകും. അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൽ നമ്മൾ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ആളുകൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ കുറേ ആളുകൾ അവരുടെ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട്. അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ഇപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാര്യം ഞങ്ങൾ അവിടെ എല്ലാവരും അപ്പ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, എല്ലാ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട്. എല്ലാവരെയും അവരുടെ നിക് നെയിമും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പേര് സാറാമ്മ എന്നാണ് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണി എന്നായിരിക്കും. അപ്പം അമ്മിണി എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് പറയുന്നത്, മനസ്സിലാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരെ അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ട് അത് ചെയ്യുന്നത്. പിന്നെ മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നഴ്സിംഗ് പഠിച്ചവരായതുകൊണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കാച്ചി കിട്ടിയേക്കുന്ന ഒരു ടീമാണ്. അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ വെച്ചോണ്ടിരിക്കുകയല്ല. ഇത് രണ്ടുമാ. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം. ഇപ്പം ഞാൻ കിടപ്പാണ്, എനിക്ക് ശകലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പഠിച്ചതൊന്നും പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല. ബട്ട് എന്നാലും അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി. അപ്പം ഞാൻ പറയുന്ന ഇപ്പം തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സാറിന് ഇപ്പോൾ വേറെ ബിസിനസ് എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനൊരു ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി നീഡും ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ വേറെ ബിസിനസ് വല്ലതും ചെയ്യാമായിരുന്നു. അപ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കാണുന്നത് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു, അപ്പന് സ്ട്രോക്കായി, അല്ലെ അമ്മ വീണു, അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ ഇത് മാത്രമാണ്. ഈ ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്ക് എത്ര സമയമുണ്ട് അവിടെ എത്താൻ എന്നുള്ളത്. കാര്യം കേൾക്കുന്ന മുഴുവൻ അതാ.
കാണുന്നതും നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ, ബെഡ് സോർ ഉള്ളവർ, അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്ട് ഉള്ളവർ, ആംപുട്ടേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ, അങ്ങനെ ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട്. എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി ആർ ടച്ചിങ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടല്ലോ. ദാറ്റ് ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മരണം ഒരു സെലിബ്രേഷനുമാണ്. കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം, കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോ. കുറച്ച് കൊടുത്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദം in age, signature age care, die with dignity, live with dignity and die with dignity. അത് വി എൻഷുർ. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആരുമില്ല, ചുറ്റിനും ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരുടെയും മരണങ്ങൾ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാഫൊക്കെ അടുത്ത് കാണും, അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സാറ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിനായിരിക്കും ഈ സിഗ്നേച്ചർ ഏജ് കെയറിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും. നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവസാന സമയം വരുമ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെയൊക്കെ പലരുടെയും, ഞാൻ പറയുന്നത് 360ഓളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹാവൻറ്റ് ലീവ്ഡ് ഫോർ മൈസെൽഫ്. എല്ലാവരും പറയുന്ന, പക്ഷേ നമ്മളും തിരിച്ചു നോക്കുമ്പോഴത്തേന് ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോട് അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബമായി, മക്കളായി, ജോലിയായി, ഇപ്പം എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ് പിന്നെ അവനവന് വേണ്ടി ജീവിക്കാനൊന്നും നേരെയില്ല. ഇതൊരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും അതിനകത്ത് കിടന്ന് കറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ, എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു, അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചിലർ അസുഖമായി കഴിയുമ്പം പറയും, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പക്ഷെ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹവും സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നൂലുമേ കളിയാണ്. ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് എവറിത്തിങ് കിട്ടുക എന്നുള്ളതും അത് ദൈവത്തിന്റെ വരവാണോ, നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ആണോ, എല്ലാം കൂടെ ചേർന്നായിരിക്കും. അത് നിർവചിക്കാൻ പ്രയാസമാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോഴും പലരും ഈ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ്. അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം അവിടെയാണ്. കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീടുകളിലുള്ള മാതാപിതാക്കൾ ഇപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നത്? മന്ത്ലി ചെക്കപ്പ് നടത്തിയാലായി, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുക. ആ ചെക്കപ്പ് നടത്തുമ്പോൾ BP ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ, ഷുഗർ ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ. പല വീടുകളിലും പറ്റുന്ന എന്നാ വെച്ചപ്പോൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർ, ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം വരെയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല, വിശപ്പില്ല, അല്ലെ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല, അല്ലെ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല, ഇൻസുലിൻ എടുക്കുന്നു. ആളുടെ ഷുഗർ ലെവൽ താഴെ പോകുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെഡൻഡറി ആയിരുന്നു, രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിലൊരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ താന്നു പോയിട്ട്, അല്ലെങ്കിൽ ഷുഗർ താന്നു പോയി, അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടിപ്പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് തന്നെ തല ചുറ്റിപ്പോയി, കാല് തെന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും. പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ സോഡിയം നോക്കുക, പൊട്ടാസ്യം നോക്കുക. പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലറായിട്ടൊരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുന്ന വളരെ വാസ്തവ. കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ആശുപത്രിയിൽ പോകണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കരുതോ ഒന്നോ അല്ല. ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ICUവിൽ കയറി ICUവിലെ തണുപ്പ് പറ്റിയല്ല, ICUവിലെ ഇൻഫെക്ഷൻസ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം. അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാനിടയാവും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്ന് കയറിയത് കാണും.
ചോരയൊക്കെ വാർന്ന ആരെങ്കിലും ഒക്കെ അടുത്ത് ബെഡേ വന്ന് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇവർ ഇൻവേരിയബിളി പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈനാണ്, മെന്റലി ഫിസിക്കലി പിന്നെ അവരങ്ങ് ഒരു ഡൗൺ ആവുക. അതെ. അപ്പം ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം. സോഡിയം ഒക്കെ ഇടയ്ക്ക് നോക്കുക. നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു സംഭവം വേണം. പല വീടുകളിലും ഇന്ന് അതില്ല, പല ഫാമിലിക്കും അതില്ല, ഒരു ഫാമിലി ഡോക്ടർ ഇല്ല.